പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നടൻ സലീം കുമാർ വിട വാങ്ങിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പം വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം, നമുക്ക് മലയാളികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട്, പ്രത്യേകിച്ച് 90s കിഡ്സിനൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യം, അദ്ദേഹം അനശ്വരമാക്കിയ എത്രയോ എത്രയോ കഥാപാത്രങ്ങൾ, കോമഡി കഥാപാത്രങ്ങൾ, ഇന്നും ട്രോളുകളിലും മീമുകളിലും കോമഡി സ്റ്റിക്കറുകളിലും നിറയുന്ന കഥാപാത്രങ്ങൾ, അതെല്ലാം നമുക്ക് സമ്മാനിച്ചിട്ട് ഒരു നിലാവ് പോലെ മറഞ്ഞുപോയ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്ന നാൾ വഴികളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അത് കാണാം നമുക്ക് എല്ലാവർക്കും. ജാതി തിരിച്ചറിയാത്തൊരു പേര് വേണം എന്നൊരു ആഗ്രഹം സലീം കുമാർ ഉണ്ടായിരുന്നു. ശരിക്കും ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ മകനായാണ് സലീം കുമാർ ജനിച്ചത്. എങ്കിലും പിന്നീട് ഈ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന സഹോദരൻ അയ്യപ്പന്റെയൊക്കെ ആശയങ്ങളിൽ ആകൃഷ്ടനായതുകൊണ്ട് തന്നെ ജാതി തിരിച്ചറിയാത്തൊരു പേര് വേണം എന്ന ആഗ്രഹത്തിലാണ് ഈ സലീം കുമാറിന്റെ അച്ഛൻ ഗംഗാധരൻ സലിം എന്നൊരു പേര് ഇദ്ദേഹത്തിന് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ സ്കൂളിലൊക്കെ എത്തിയപ്പോൾ ഉണ്ടായ ഒരു ആശയക്കുഴപ്പം, അതായത് ഈ പേരിൽ എങ്ങനെയാണ് ആ പേരിനൊരു ആശയക്കുഴപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗാധരൻ എന്ന് പറയുന്ന അച്ഛൻ, സലിം എന്ന് പറയുന്ന മകൻ, അതുകൊണ്ട് തന്നെ കൂടെ സലീം കുമാർ എന്ന് ചേർത്തു എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നീട് സ്കൂൾ തലങ്ങളിലും ഈ പറയുന്നത് പോലെ ജില്ലാ കലോത്സവങ്ങളിൽ, സ്കൂൾ കലോത്സവങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാലിങ്കര SNM കോളേജ്, പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജ്, ഇവിടെയായിരുന്നു വിദ്യാഭ്യാസം. മഹാരാജാസ് കോളേജിലുള്ള സമയത്താണ് മിമിക്രി താരമായും സലീം കുമാറിന്റെ ഒരു വളർച്ച ഉണ്ടാവുന്നത്. അന്ന് കലോത്സവങ്ങളിൽ, പ്രത്യേകിച്ചും കോളേജ് കലോത്സവങ്ങളിൽ, പിന്നീട് സംസ്ഥാനത്തുടനീളമുള്ള കലാട്രൂപ്പുകളുടെ ഭാഗമായിട്ടൊക്കെ സലീം കുമാറിനെ നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊച്ചിൻ കലാഭവനിലാണ് ശരിക്കും സലീം കുമാറിന്റെ ഒരു കലാകാരൻ എന്ന നിലയിലുള്ള ഒരു വളർച്ച സംഭവിക്കുന്നത്. അവിടെയാണ്, കൊച്ചിൻ കലാഭവനിലാണ്. ടെലിവിഷൻ പരിപാടികളിലെ മിമിക്രി പ്രകടനങ്ങൾ പിന്നീട് നമ്മൾ കണ്ടു. പല രീതിയിൽ, അതിപ്പോൾ റിയാലിറ്റി ഷോ മാത്രമല്ല, റിയാലിറ്റി ഷോകളൊക്കെ വരുന്നതിന് മുൻപ് മിമിക്രി ട്രൂപ്പുകളുടെയൊക്കെ പരിപാടികളിലൂടെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സ്റ്റേജ് ഷോകളിലൂടെയൊക്കെ സലീം കുമാർ എന്ന മിമിക്രിക്കാരന്റെ പ്രകടനങ്ങൾ കണ്ട് വിസ്മയിച്ചു പോയ ഒരു കാലം മലയാളികൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. 1996 റിലീസ് ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് സലീം കുമാറിന്റെ ആദ്യ ചിത്രം. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സലീം കുമാറിന്. ഒന്നിനു പിറകെ ഒന്നായി പുതിയ പുതിയ കഥാപാത്രങ്ങൾ സലീം കുമാറിനെ തേടിയെത്തി. എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യം, സലീം കുമാർ ഒരു കഥാപാത്രം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ 3 സിനിമ, അങ്ങനെ 3 സിനിമകളിലെയൊക്കെ കഥാപാത്രങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലും നമുക്ക് സലീം കുമാറിന്റെ ഒരു കഥാപാത്രത്തിന്റെ ഒരു കോപ്പിയായിട്ട് കാണാൻ കഴിയില്ല. മാത്രമല്ല, സലീം കുമാറിന് മാത്രം സാധിക്കുമായിരുന്ന ചില ഡയലോഗ് ഡെലിവറികളുണ്ട്, ഡയലോഗ് പറയുന്ന രീതി, അത് സലീം കുമാർ പറഞ്ഞെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞ എത്രയോ സിനിമകൾ നമുക്ക് പറയാൻ കഴിയും. വളരെ സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന സലീം കുമാറിന്റെ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പുലിവാൽ കല്യാണത്തിലാണെങ്കിൽ പോലും സലീം കുമാർ പറയുന്നത്, സലീം കുമാറിന്റെ യഥാർത്ഥ കാര്യങ്ങൾ വളരെ ഗൗരവമായി ആ കഥാപാത്രം പറയുമ്പോൾ നമുക്ക് തോന്നുന്നത്, നമുക്ക് ചിരിച്ചുകൊണ്ട് മാത്രമേ അത് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. മണവാളൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ ആ രീതിയിലൂടെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഡയലോഗുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുകയാണ്. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമാണ് 100 വട്ടത്തിന് ശേഷം പിന്നീട് 2000ന്റെ ഒരു തുടക്കത്തിലൊക്കെ സിനിമകൾക്ക് സംഭവിച്ചൊരു മാറ്റമുണ്ട്. ആ സമയത്താണ് ഒരുപാട് ഹാസ്യ സിനിമകൾ, കോമഡി സിനിമകളൊക്കെ ഇറങ്ങിയ സമയമാണ്. അവിടെ ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, ഈ ടീമിനൊപ്പം സലീം കുമാർ കൂടി വന്നപ്പോൾ ഉണ്ടായ ഒരു രസച്ചേർച്ച, അത് മലയാളത്തിൽ ഒരു പുതിയ അനുഭവമായിരുന്നു. പിന്നീട് നമ്മൾ ആ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് സിനിമകൾ കണ്ടു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെങ്കാശിപട്ടണം എന്ന സിനിമ, അത് സലീം കുമാറിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതിൽ അവതരിപ്പിച്ച കഥാപാത്രം ഒരു ഇരുത്തം വരുന്ന ഹാസ്യതാരം എന്ന ഒരു ലേബൽ സലീം കുമാറിന് നേടിക്കൊടുത്തു എന്നുള്ളതാണ്. തെങ്കാശിപട്ടണം ഒരു സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ് പടമായിരുന്നു. അതിന് പിന്നാലെ വന്ന മറ്റു പടങ്ങളിലൊക്കെ അവസരം കിട്ടാൻ സലീം കുമാറിന്റെ ആ പ്രകടനം അദ്ദേഹത്തിന് സഹായകമായി എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. പിന്നീട് മീശമാധവനിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന കോമ്പിനേഷനിൽ തന്നെ വന്ന മറ്റൊരു സിനിമയാണ് ഹരിശ്രീ അശോകൻ, ദിലീപ്, കൊച്ചിൻ ഹനീഫ ഇവരോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി അഡ്വക്കേറ്റിന്റെ രൂപത്തിൽ, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. ആ പേര് കേൾക്കുമ്പോൾ പോലും നമുക്ക് മറ്റാരും ചിന്തിക്കാൻ കഴിയില്ല. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് എത്തുന്നത് കോട്ടുമിട്ട് നമ്മുടെ മുന്നിലേക്ക് ചിരിച്ചെത്തുന്ന സലീം കുമാറിനെയാണ്. അതിൽ കേസൊന്നുമില്ലാത്തൊരു വക്കീലിന്റെ വേഷം സലീം കുമാർ വളരെ തന്മയത്തോടു കൂടി ചെയ്തു. പക്ഷേ സലീം കുമാറിന്റെ ആ കഥാപാത്രം അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ മലയാളികൾ ചിരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ പ്രശ്നങ്ങൾ പറയുമ്പോൾ പോലും നമുക്ക് ചിരി വരണമെങ്കിൽ അത് ആ അഭിനയ മികവിന്റെ മാറ്റുകൊണ്ട് മാത്രമാണ്. പിന്നീട് ഈ ഒരു ടീം സക്സസ്ഫുൾ ആണെന്ന് കണ്ടപ്പോഴാണ് മറ്റുള്ള പടങ്ങളിലുമൊക്കെ തന്നെ ഇതേ ടീമിനെ സംവിധായകർ ഉപയോഗിച്ചത് എന്നുകൂടി കരുതേണ്ടി വരും. പുലിവാൽ കല്യാണം നേരത്തെ പറഞ്ഞു, ചതിക്കാത്ത ചന്തു, അതിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, ആ ഒരു ഡയലോഗ് പോലും നമ്മൾ ചിരിയോടുകൂടി മാത്രമേ, നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ പോലും വിക്രം ഏലിയാസ്, ജാക്സൺ ഏലിയാസ് എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ പോലും സലീം കുമാറിന്റെ രൂപവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഒരുപാട് ഓർത്തെടുക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കി വെച്ചാണ് സലീം കുമാർ ഇപ്പോൾ വിട പറയുന്നത്. ഇനി ആ കഥാപാത്രങ്ങളിലൂടെ, ആ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയ രസത്തിലൂടെ, ഹാസ്യം എന്ന രസത്തിലൂടെ ഒക്കെ സലീം കുമാർ എന്നും എക്കാലത്തും ഓർമ്മിക്കപ്പെടും എന്നത് തീർച്ചയാണ്.
അപ്പോൾ നമ്മുടെ പ്രിയ നടൻ കടന്നു വന്ന നാൾ വഴികളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാര്യം ക്ലിയറായിട്ട് ഈ വീഡിയോയിൽ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിടവ് നികത്താൻ ഇനിയൊരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു മണവാളനോ ഇനി ഒരു ഡാൻസ് മാസ്റ്റർ വിക്രമോ ഒന്നും വരാൻ പോകുന്നില്ല. അതൊക്കെ എന്നും കാലഹരണപ്പെടാത്ത ചിത്രങ്ങളായി അല്ലെങ്കിൽ കഥാപാത്രങ്ങളായി നിലനിൽക്കട്ടെ എന്നുള്ളത് ഈ ഒരു ജനറേഷനെ ഇത്രയും കളർഫുൾ ആക്കിയതിൽ ഉമ്മൻ ചാലിച്ച് നമുക്കെല്ലാം ചിരി സമ്മാനിച്ച അദ്ദേഹത്തിന് 1000 പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. മലയാളത്തിന്റെ മഹാനടന് 1000 ആദരാഞ്ജലികൾ.